നമ്മുടെ അമലുകൾ പൊളിച്ചു കളയുന്ന മഹാപാതകമാണ് റിയാ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താ റിയാ എന്ന് വെച്ചാൽ ഏത് കുട്ടിയും പറയും ലോകമാന്യം, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി പ്രവർത്തിക്കുക. ഇത് 99% ആളുകളെയും പിടികൂടുന്ന മാരകമായ രോഗമാണ്. മറ്റുള്ളവർ, ഞാനൊരു കാര്യം ചെയ്തിട്ടത് ലോകർ അറിഞ്ഞിട്ടില്ലെങ്കിൽ എനിക്ക് വല്ലാത്തൊരു വിഷമം. അങ്ങനെ പ്രസിദ്ധിക്ക് വേണ്ടി, പ്രചരണത്തിന് വേണ്ടി, ആളുകളുടെ കൈയടി കിട്ടാൻ വേണ്ടി, ആളുകളിൽ നിന്ന് എന്നെക്കുറിച്ച് നല്ലത് പറയാൻ വേണ്ടി ആ രൂപത്തിലുള്ള പ്രവർത്തനം ഏതൊക്കെ നമ്മൾ പ്രവർത്തിക്കുന്നുവോ അത് അള്ളയാണ് അറിയുന്നത്. അവന്റെ അമല് പോകും. ഫവൈലുൽ ലിൽ മുസല്ലീൻ الذين هم عن صلاتهم ساهون الذين هم يراءون. ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് അവർ നിസ്കരിക്കുന്നത്, അമല് ചെയ്യുന്നത്. നിസ്കരിക്കുന്നവർക്ക് നാശം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു പറയാം. അവർ ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയാ ചെയ്യുന്നത്. ഏതമലും ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്യാം. ജനങ്ങളിൽ നിന്ന് നിസ്കാരമാണെങ്കിലും, സക്കാത്ത് കൊടുക്കലാണെങ്കിലും, സ്വതക്ക കൊടുക്കലാണെങ്കിലും, പരസഹായം ചെയ്യലാണെങ്കിലും, ഏതൊരു നല്ല പൊതുപ്രവർത്തനമാണെങ്കിലും ഒക്കെ ആളുകളിൽ നിന്ന് എനിക്ക് നല്ല മതിപ്പ് എന്നെ കുറിച്ചുണ്ടാവണം എന്നാണ് എന്റെ നിയത്തെങ്കിൽ എന്റെ അമല് പൊളിഞ്ഞു പോയത് തന്നെ. എല്ലാവരും മനസ്സിലാക്കുന്നത്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, ലിൽ മുറാഇ സലാസു അലാമാത്ത്. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവന് 3 അടയാളങ്ങൾ ഉണ്ടാകും. ആ 3 അടയാളം നമ്മളിലുണ്ടോ നോക്കിയാൽ മതി. 3 അടയാളങ്ങൾ ഉണ്ടാകും ഈ അസുഖമുള്ള ആളുകൾക്ക്. ഒന്നാമത്തെ അടയാളം അൽ കസ്ലു ഇദാ കാന വഹ്ദഹു. അയാൾ ഒറ്റക്കാവുമ്പോ അയാൾക്ക് ഒന്നിനും താല്പര്യമില്ല. ഒറ്റക്കാണെങ്കിൽ അയാൾക്ക് ഒന്നിനും താല്പര്യമില്ല. അയാൾ ആരും കാണണമെന്നില്ല, എവിടെയല്ല, ആരും അറിയില്ല. എന്നാൽ അയാൾക്ക് പള്ളിയിൽ പോകാൻ താല്പര്യമുണ്ടോ? ഇല്ല. ഖുർആൻ ഓതോ? ഇല്ല. നല്ല കാര്യങ്ങൾ വല്ല താല്പര്യമുണ്ടോ? ഇല്ല. സ്വതക്ക കൊടുക്കോ? ഇല്ല. വേറെ എന്തെങ്കിലും നല്ല പ്രവർത്തനങ്ങൾ ചെയ്യോ? ഇല്ല. ഒറ്റക്കാണ്. കാരണം ആരും അറിയാനില്ല, ആരും കാണുന്നില്ല, പ്രോത്സാഹിപ്പിക്കണമില്ല, ഒന്നുമില്ല. അപ്പൊ അങ്ങനെ ഒറ്റക്കാണെങ്കിൽ മടിയാണ്. ഒറ്റക്കാണെങ്കിൽ അയാൾക്ക് എന്തിനും മടിയാണ്. ജനങ്ങൾക്കിടയിലാണെങ്കിലോ അയാൾ വളരെ ഉന്മേഷവാനും ഉത്സാഹഭരിതനുമാണ്. രണ്ടാമത്തെ ഗുണം. ഒറ്റക്കാണെങ്കിൽ അലസ. രണ്ടാമത്തതോ ജനങ്ങളുടെ ഇടയിലാണോ ഭയങ്കര ആവേശം, ഓടിപ്പാഞ്ഞ് നടക്കും, എല്ലാം ചെയ്യും, എല്ലാത്തിനും അയാളുണ്ട്. കാരണം എന്താ? എല്ലാവരും അറിയുന്നുണ്ട്. അപ്പൊ അയാൾ എല്ലാത്തിനും മുമ്പിലുണ്ട്. മൂന്നാമത്തെ ഗുണം പറയണ വയസീദു ഫിൽ അമലി ഇദാ ഉത്നിയ അലൈഹി വയൻഖുസു ഇദാ ദുമ്മ. ആളുകൾ അയാളെ കുറിച്ച് നല്ലത് പറയുമ്പോ അയാൾ ഇങ്ങനെ പ്രവർത്തനത്തിൽ നല്ല ഉഷാറാവും. അയാളെക്കുറിച്ച് ആളുകൾ നല്ലത് ഇങ്ങനെ പറയുമ്പോ, അയാളെ ഇങ്ങനെ സ്തുതിക്കുമ്പോ, അയാളെ ഇങ്ങനെ പൊക്കിപ്പറയുമ്പോ, അയാളെ ഇങ്ങനെ പുകഴ്ത്തിപ്പറയുമ്പോ അയാൾക്ക് ഭയങ്കര ആവേശത്തോടെ അയാൾ പിന്നെയും ഇങ്ങനെ പണിയെടുക്കും. വയൻഖുസു, പക്ഷേ അയാൾ രംഗം വിടും. ഇദാ ദുമ്മ, ആക്ഷേപിക്കപ്പെട്ടാൽ, കുറ്റം കേട്ടാൽ അയാൾ നിൽക്കൂല, പിന്നെ അയാൾ വേഗം പിന്മാറി. പക്ഷെ എങ്ങനെ പ്രോത്സാഹനം കിട്ടുണ്ടോ അയാളെല്ലാം ഉഷാറാവും. ഈ 3 ദുർഗുണങ്ങളും രോഗമാന്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്ന രോഗമുള്ളവരുടെ ലക്ഷണമാണെന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു സംഭവമുണ്ട്. 3 ആളുകളെ നാളെ പരലോകത്ത് ഹാജരാക്കിയിട്ട് ഖുർആൻ പഠിച്ച പണ്ഡിതൻ, ധാരാളം ധർമ്മം ചെയ്ത സമ്പന്നൻ, അള്ളാന്റെ മാർഗത്തിൽ ജിഹാദ് നടത്തി വീരമൃത്യു വരിച്ചിട്ടുള്ള ഷഹീദ്, 3 ആളെ നരകത്തിലേക്ക് പിടിച്ച് വലിച്ചെറിയെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? 3 ആളോടും അള്ളാഹു ചോദിക്കുമ്പോ അവരൊക്കെ അള്ളാഹ് നിനക്ക് വേണ്ടി ഞാൻ അത് ചെയ്തു, ഇത് ചെയ്തു എന്നൊക്കെ പറയുമ്പോഴും അള്ളാഹ് പറയണ, നീ അതൊക്കെ ചെയ്തത് നിനക്ക് പേര് കിട്ടാനും ആളുകൾ നിന്നെപ്പറ്റി മതിപ്പ് പറയാനും വേണ്ടിയായിരുന്നു. അത് നിനക്ക് കിട്ടിക്കഴിഞ്ഞു. നിന്റെ നിയ്യത്തല്ലേ? ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. ഓരോരുത്തരുടെ നിയ്യത്ത് എന്താണ് അള്ളാഹ് നോക്കുന്നത്. ആ നിയ്യത്ത് എന്തായിരുന്നു? ആളുകൾ അറിയണം. ആളുകൾക്കിടയിൽ എനിക്ക് നല്ല പ്രസിദ്ധി വേണം, പേര് വേണം, നല്ല പ്രഭാഷകനാണ്, നല്ല പണ്ഡിതനാണ്, അതല്ലെങ്കിൽ നല്ല കാര്യമാണ്, അല്ലെങ്കിൽ നല്ല പാവങ്ങളെ സഹായിക്കുന്ന, പാവങ്ങളുടെ കണ്ണീരൊപ്പാൻ വേണ്ടി ഓടി നടക്കുന്ന റിലീഫിന്റെ മുന്നണി പോരാളിയാണ്, അതല്ലെങ്കിൽ വലിയ നല്ല ആത്മാർത്ഥമുള്ള പ്രവർത്തകനാണ്, അയാൾ വെല്ലാൻ ഒരാൾക്കും കഴിയൂല എന്നൊക്കെ ആളുകൾ ഇങ്ങനെ പറഞ്ഞു. ഞാനിങ്ങനെ വണ്ണം വെക്കണം. ഇതിനായിരുന്നോ എങ്കിൽ അതൊക്കെ അവിടെ കിട്ടിയില്ല, കഴിഞ്ഞോ? നരകത്തിൽ കാണുന്നതിന്റെ സ്ഥാനം അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഈ
ഹദീസൊക്കെ പറയുമ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു 3 വട്ടം ബോധം കെട്ടിട്ടുണ്ട് എന്നാണ് ഈ ഹദീസ് പറയുമ്പോഴേ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുമ്പോ 3 വട്ടം ബോധം കെട്ട് വീണിട്ടുണ്ട്. അതിന്റെ ഗൗരവം ഓർത്തിട്ട് എന്തെങ്കിലും നമ്മുടെ ഹൃദയത്തിന്റെ ഒരു കോണിൽ ഈ നിലക്ക് എന്തെങ്കിലും ഒരു വിചാരം വന്നുപോയ നമ്മുടെ പണി മുഴുവൻ പാളിപ്പോയില്ലേ, എല്ലാം ബാത്തിലായി പോയില്ലേ. അതുകൊണ്ടാണ് ഏറ്റവും ഗൗരവത്തോടെ പറയുന്നത്. ധർമ്മത്തിന്റെ കാര്യം പറഞ്ഞിടത്തും ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുബ്തിലൂ സദഖാതികും ബിൽ മന്നി വല്ലദാ കല്ലദീ യുൻഫിഖു മാലഹു റിആന്നാസ് ലാ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫമസലുഹു കമസലി സഫ്വാൻ അലൈഹി തുറാബുൻ ഫഅസാബഹു വാബിലുൻ ഫതറകഹു സൽദാ ലാ യഖ്ദിറൂന അലാ ശൈഇൻ മിമ്മാ കസബൂ. ഓ വിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടെ ധർമ്മങ്ങളെ ബാത്തിലാക്കി കളയരുത്. സ്വതക്ക കുറേ കൊടുക്കും, അല്ലെങ്കിൽ ധർമ്മം കൊടുക്കും, ഒക്കെ പരസ്യമായിട്ട്, അല്ലെങ്കിൽ അതിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇടങ്ങാറാവും. എങ്ങനെങ്കിലും ഒന്നൊരാൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ വല്ലാത്തൊരു വിഷമം. ഞാനത് ചെയ്തു എല്ലാവരും ഒന്ന് അറിയണം. അല്ലെങ്കിൽ ആ കൊടുത്തത് എടുത്തു പറയാ, കൊടുത്തത് എടുത്തു പറഞ്ഞുകൊണ്ട് നിങ്ങൾ ബാത്തിലാക്കി കളയരുത്. അതുപോലെ തന്നെ നിങ്ങളിൽ നിന്ന് ആനുകൂല്യം സ്വീകരിച്ചവനെ അതിന്റെ പേരിൽ കുറ്റപ്പെടുത്തിക്കൊണ്ടോ ദ്രോഹിച്ചുകൊണ്ടോ നിങ്ങൾ അയാളെ ബുദ്ധിമുട്ടിക്കരുതേ. അത് രണ്ടും നിങ്ങളുടെ സ്വതക്കയുടെ പുണ്യം നഷ്ടപ്പെടുത്തിക്കളയും. ഏതുപോലെ ജനങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ധർമ്മം ചെയ്തവനെ പോലെ രണ്ടും സമപ്പെടുത്തൽ. ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ധർമ്മം കൊടുത്തതുപോലെയാവും ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഒരാൾക്ക് സ്വതക്ക കൊടുത്തു, പക്ഷെ അതിങ്ങനെ നിങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് കിടക്കുക, അല്ലെങ്കിൽ അതിന്റെ പേരിൽ അയാളെങ്ങനെ വിഷമിപ്പിക്കുക. ഞാനന്ന് തന്നിട്ടില്ലെങ്കിൽ ഇതൊക്കെ ഇവിടെ എത്തുവോ, ഞാനത് ചെയ്തോണ്ടല്ലേ അങ്ങനെ ആയത്, ഇപ്പൊക്കെ വലിയ ആളായി, തെറ്റിയാലതൊക്കെ പറയും, തമ്മിൽ തെറ്റിയാലതൊക്കെ പറയാം. അവൻ ആരായിരുന്നു ഇവിടെ, തെക്ക് വടക്ക് നടക്കുകയായിരുന്നു, അല്ലെങ്കിൽ ഞാനാണ് അവനക്ക് പണ്ട് നാട്ടിൽ നിന്ന് വയന്ന് നടക്കുമ്പോ ഒരു വിസ കൊടുത്ത്, ഇപ്പൊ എനിക്ക് ഇന്നെ കാണുമ്പോ ഒന്നും വിലല്ല. അതിങ്ങനെ പറഞ്ഞ് നമ്മൾ എന്തെങ്കിലും ഒരു ചെയ്തിട്ടില്ല, അതൊക്കെ ഫസാദാക്ക. മഞ്ഞ് അതാ കൊടുത്ത ഉപകാരം, ചെയ്ത ഉപകാരം എടുത്തു പറഞ്ഞാൽ ആ ചെയ്ത ഉപകാരത്തിന്റെ ഫലം പരലോകത്ത് പോയി. വൽ അതാ, അതിന്റെ പേരിൽ ആ ആനുകൂല്യം പറ്റിയ ആളെ ഏതെങ്കിലും നിലയ്ക്ക് നമ്മൾ വിഷമിപ്പിച്ചാൽ ആ കൂലിയും പോയി. അതിനെയാണുള്ള താരതമ്യപ്പെടുത്തിയത് കല്ലദീ യുൻഫിഖു മാലഹു റിആന്നാസ്. ആളെ കാണിക്കാൻ വേണ്ടി മുതല് ചെലവഴിക്കും പോലെ തന്നെയാണിതും. എല്ലാം ഫലത്തിൽ ബാത്തിലാണ്. എന്നിട്ട് അതിന്റെ ഉദാഹരണം എന്താ ഇസ്ലാം പറയുന്നത്? അങ്ങനെ ചെയ്യുന്ന ധർമ്മത്തിന്റെ ഉദാഹരണം എന്താണ്? ഒരു മിനുസമുള്ള പാറക്കല്ല് പോലെയാണ്. നല്ല മിനുസമുള്ള, നല്ല മാർബിൾ, ഇതുമായിട്ട് നല്ല മാർബിളിന്റെ ഒരു കല്ല്, നല്ല മിനുസമുള്ള ഗ്രാനൈറ്റോ മാർബിളോ ഒക്കെ ഉള്ള ഒരു കല്ല്, വലിയൊരു പാറക്കല്ലാന്ന് വിചാരിച്ചോളി. അതിന്മേൽ ഒരു തരി മണ്ണുണ്ട്, കുറച്ച് മണ്ണുണ്ട്. ഫഅസാബഹു വാബിലുൻ, നല്ലൊരു മഴയാണ് പെയ്തു. എന്താ ഉണ്ടാവുക? നല്ല മിനുസമുള്ള ഒരു കല്ലില് കുറച്ച് മണ്ണിരിപ്പുണ്ട്, അതിലേക്ക് നല്ല മഴയാണ് പെയ്താൽ എന്താ ഉണ്ടാവുക? ആ മിനുസമുള്ള പാറയായിട്ട് അത് അവിടെ തന്നെ ഉണ്ടാവും, ആ മേലുള്ള മണ്ണൊക്കെ പോയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുന്നു, ഫഅസാബഹു വാബിലുൻ ഫതറകഹു സൽദാ. അത് മിനുസമുള്ള രൂപത്തിൽ അതിനെ വിട്ടേച്ചു പോയി, ഇനി ഒന്നും ബാക്കിയില്ല, ഒന്നും പരലോകത്ത് കാണൂല, അവർ സമ്പാദിച്ചതൊന്നും അവിടെ അവർക്ക് ഉപകരിക്കൂല എന്ന് പറഞ്ഞിട്ട് അള്ളാഹു ഗൗരവത്തോടെ ഉണർത്തിയിട്ടുണ്ട്. അപ്പൊ റിയാ നമ്മുടെ പ്രവർത്തനങ്ങളിൽ വന്നുപോയാൽ, നമ്മുടെ പ്രവർത്തനങ്ങൾ ആളെ കാണിക്കാൻ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴെങ്കിലും വന്നുപോയാൽ നമ്മൾ ചെയ്യുന്നൊരു നല്ല കാര്യം അതിങ്ങനെ എത്രത്തോളം സ്വകാര്യമാക്കുന്ന കാര്യങ്ങളാണോ അത്രയും സ്വകാര്യമാക്കുകയാണ് വേണ്ടത്. ഒരാൾ അറിയണം എന്ന് എന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി തുടങ്ങുമ്പോ ആ രോഗത്തിന്റെ ലക്ഷണം തുടങ്ങും. ഞാനത് പറയുന്നതോടുകൂടി എന്റെ അമലാണ് പൂവൻ. അതുകൊണ്ട് അമല് ബാത്തിലാക്കി കളയുന്ന ഏറ്റവും പരമപ്രധാനമായ കാര്യങ്ങളിൽ ഒന്ന് റിയാ ആണ്. അത് നമ്മുടെ അമലുകളിൽ വന്നു പോകാതെ വളരെ ഗൗരവത്തോടെ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. അള്ളാഹിനോട് നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ കരഞ്ഞു പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ നമ്മുടെ അമലുകളിൽ അങ്ങനെ വന്നുപോയി, പടച്ചോനെ അത് വീണ്ടെടുത്ത് തരണം, നഷ്ടപ്പെട്ടു പോകരുത്, എനിക്ക് എന്റെ അവിവേകം കൊണ്ട് വന്നുപോയി റബ്ബേ, ഞാൻ അങ്ങനെയൊക്കെ പലപ്പോഴും പല ഘട്ടങ്ങളിലും വിചാരിച്ചിരുന്നു. ഇനി അള്ളാഹ് ഞാൻ അതൊന്നും ചിന്തിക്കൂല, ഞാൻ ഇഖ്ലാസുള്ള മനുഷ്യനായിട്ട് എന്നെ ജീവിപ്പിക്കണം എന്നൊക്കെ നമ്മൾ അള്ളാഹിനോട് സുഹൃത്തുക്കളെ കരഞ്ഞു പറയാ. ഈ ദിവസങ്ങളിൽ നമ്മുടെ അമൽ നമുക്ക് പോകാൻ പാടില്ല, നമ്മൾ ചെയ്തതൊന്നും നമ്മുടെ അക്കൗണ്ടിൽ നിന്നും മായ്ച്ചു കളയാൻ പാടില്ല, അതൊക്കെ നമുക്ക് തിരികെ കിട്ടണം. അതിന് അള്ളാഹിനോട് കഴിഞ്ഞ കാലങ്ങളൊക്കെ ഓർത്ത് പറഞ്ഞ് കരഞ്ഞ് അള്ളാഹുവിനോട് നമ്മൾ തേടണം.